നമസ്കാരം. നമ്മുടെ പുതിയൊരു വിശകലനത്തിലേക്ക് സ്വാഗതം. ഒരേ സമയം പലതരത്തിലുള്ള സൂചനകൾ നൽകി നമ്മളെ വല്ലാതെ കുഴപ്പത്തിലാക്കുന്ന ഇന്നത്തെ ഈ മാർക്കറ്റിനെ എങ്ങനെ കൃത്യമായി ഡീകോഡ് ചെയ്യാമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒരു വശത്ത് വാങ്ങാനും മറുവശത്ത് വിൽക്കാനും പ്രേരിപ്പിക്കുന്ന ഈ വലിയ കൺഫ്യൂഷനിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായി, അതായത് സ്വതന്ത്രമായി ഒരു വിശകലനം നടത്താം എന്ന് നമുക്ക് നോക്കാം. സത്യത്തിൽ ഒരേ സമയം വാങ്ങാനും വിൽക്കാനും മാർക്കറ്റ് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും? ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചോദ്യം, അല്ലേ? കാരണം ട്രേഡർമാരുടെ തല പുകയ്ക്കുന്ന രീതിയിലുള്ള തികച്ചും പരസ്പര വിരുദ്ധമായ ഡാറ്റകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഇൻഡിപെൻഡന്റ് അനാലിസിസ് നടത്താൻ നമ്മളിന്ന് പ്രധാനമായും 5 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. മാർക്കറ്റിലെ വലിയ കൺഫ്യൂഷനുകൾ, നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും തമ്മിലുള്ള ടെക്നിക്കൽ വ്യത്യാസങ്ങൾ, ഡേറ്റയിലെ പോരാട്ടങ്ങൾ, ഗ്ലോബൽ മാർക്കറ്റിലെ സൂചനകൾ, ഒടുവിൽ എങ്ങനെ നമുക്ക് സ്വന്തമായി ഒരു വിശകലനം നടത്താം എന്നീ കാര്യങ്ങൾ നമുക്ക് വേഗത്തിൽ പരിശോധിക്കാം. അപ്പോ ഒന്നാമത്തെ കാര്യം, നിലവിലെ മാർക്കറ്റിലെ ഈ വലിയ ബഹളങ്ങളിൽ നിന്നും തന്നെ നമുക്ക് തുടങ്ങാം. മാർക്കറ്റിനെ 2 വ്യത്യസ്ത ദിശകളിലേക്ക് വലിക്കുന്ന വിപരീത ശക്തികൾ കാരണം ഇതൊരു ഭയങ്കരമായ ആശയക്കുഴപ്പമാണെന്ന് നമ്മൾ പഠിക്കുന്ന സോഴ്സ് മെറ്റീരിയൽ തന്നെ വളരെ വ്യക്തമായി സമ്മതിക്കുന്നുണ്ട്. ശരിക്കും കൺഫ്യൂസിംഗ് ആണത്. ഇനി രണ്ടാമത്തെ കാര്യം നോക്കാം. നിഫ്റ്റി വേഴ്സസ് ബാങ്ക് നിഫ്റ്റി. ഈ 2 പ്രധാന ഇൻഡെക്സുകളുടെ ടെക്നിക്കൽ ചാർട്ടുകളിൽ നടക്കുന്ന വലിയൊരു പോരാട്ടമാണ് നമ്മളിവിടെ കാണുന്നത്. നോക്കൂ, ഒരു വശത്ത് നിഫ്റ്റിയില് ഡ്രാഗൺഫ്ലൈ ഡോജി, മോർണിംഗ് സ്റ്റാർ പോലെയുള്ള ബുള്ളിഷ് പാറ്റേണുകൾ കാണുന്നുണ്ട്. എന്നാൽ അതേസമയം അത് ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിൽ തട്ടി താഴേക്ക് വരികയുമാണ്. മറുവശത്ത് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലോ അത് ഒബ്ജക്റ്റീവ്ലി വളരെ വീക്കാണ് കേട്ടോ. അവിടെ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പാറ്റേൺ ആണ് കാണുന്നത്. വ്യക്തമായ ഒരു മോർണിംഗ് സ്റ്റാർ കൺഫർമേഷൻ അവിടെ ഇല്ല. ഇതാണ് നമ്മുടെ മുന്നിലുള്ള ആദ്യത്തെ വലിയ വൈരുദ്ധ്യം. ഇനി മൂന്നാമത്തെ കാര്യം, ഡാറ്റയിലെ പോരാട്ടം. വലിയ നിക്ഷേപകർ പണം എങ്ങോട്ടാണ് ഒഴുക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഓപ്ഷൻസ് ഡാറ്റയും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റയും ഒന്ന് പരിശോധിക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ ഇതാണ്, 24,200. ഇതൊരു വലിയ റെസിസ്റ്റൻസ് ലെവലാണ്. കാരണം ഇവിടെ വളരെ വലിയ തോതിൽ കോൾ ഓപ്ഷനുകൾ വിറ്റഴിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിലെ ഒരു കൗതുകം എന്താണെന്ന് വെച്ചാൽ, ഈ കോൾ റൈറ്റിംഗില് പകുതിയും ഇന്ന് അവസാന നിമിഷം നടന്നതാണ്. നമുക്കറിയാമല്ലോ, അവസാന നിമിഷം മാർക്കറ്റിലേക്ക് വരുന്ന ഇത്തരം ഓപ്ഷൻ സെല്ലർമാർ പലപ്പോഴും ട്രാപ്പിൽ പെടാറാണ് പതിവ്. അതായത് മാർക്കറ്റ് ഈ ലെവൽ ഒന്ന് ബ്രേക്ക് ചെയ്തു മുകളിലേക്ക് പോയാൽ അതൊരു വലിയ ഷോർട്ട് കവറിംഗ് റാലിക്ക് തന്നെ കാരണമായേക്കാം. ഈ ഡാറ്റ വലിയ നിക്ഷേപകർക്കിടയിലുള്ള ആശയക്കുഴപ്പം വളരെ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. FII അഥവാ വിദേശ നിക്ഷേപകർ മൊത്തത്തിൽ ബേറിഷ് ആണെങ്കിലും ഇന്നവർ വാങ്ങുകയാണ് ചെയ്തത്. പ്രോ ട്രേഡർമാരും ബേറിഷാണ്. എന്നാൽ നമ്മളെപ്പോലുള്ള റീറ്റെയിൽ ക്ലയന്റുകൾ വലിയ ബുള്ളിഷ് കാഴ്ചപ്പാടിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. കണ്ടില്ലേ, എല്ലാവരും വ്യത്യസ്ത ദിശകളിലാണ്. നാലാമത്തെ പോയിന്റിലേക്ക് വരാം, ആഗോള സൂചനകളും മാക്രോ ഇംപാക്റ്റുകളും. നമ്മുടെ രാജ്യത്തെ ചാർട്ടുകളിൽ നിന്ന് മാത്രം കാര്യങ്ങൾ വിലയിരുത്താൻ കഴിയില്ലല്ലോ. ലോകമെമ്പാടും എന്താണ് സംഭവിക്കുന്നതെന്ന് കൂടി നോക്കിയാലേ നമുക്ക് ശരിയായ ഒരു സ്വതന്ത്ര വിശകലനം നടത്താൻ കഴിയൂ. ആഗോള ഡാഷ്ബോർഡ് നോക്കിയാൽ ഒരേ സമയം പച്ചയും ചുവപ്പും കത്തുകയാണ്. സ്വർണവും വെള്ളിയും താഴേക്ക് പോകുന്നു. US ബോണ്ട് ഈൽഡ് കുത്തനെ കുറയുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി വലിയൊരു ഗ്യാപ് ഡൗൺ കാണിക്കുന്നു. എന്നാൽ അതിനിടയിൽ ബിറ്റ്കോയിൻ ഒരു വലിയ ബ്രേക്കൌട്ട് നടത്തി 80,000 എന്ന റെക്കോർഡ് സംഖ്യയിലേക്ക് കുതിക്കുകയാണ്. അതുപോലെ എണ്ണവിലയും കൂടുന്നു. ശരിക്കും എല്ലാം പരസ്പര വിരുദ്ധമാണ്. ഇതിനെല്ലാം ഇടയിലാണ് രൂപയുടെ മൂല്യത്തകർച്ച സംഭവിക്കുന്നത്. കേൾക്കുമ്പോൾ ഇതൊരു വലിയ സാമ്പത്തിക പദമായി തോന്നാം. പക്ഷേ ഇത് നിങ്ങളുടെ പോക്കറ്റിനെയും ദൈനംദിന ജീവിതത്തെയും നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ് കേട്ടോ. കാരണം രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്ത വിദേശയാത്രയോ മക്കളെ വിദേശത്ത് പഠിപ്പിക്കാനുള്ള ചെലവോ, എന്തിന് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഇറക്കുമതി ചെയ്ത സ്മാർട്ട് ഫോണോ വിദേശ കാറുകളോ ഒക്കെ പെട്ടെന്ന് വളരെ ചിലവേറിയതായി മാറും. നാട്ടിൽ സ്വർണത്തിനും വെള്ളിക്കും വില കൂടും. ഈ മാക്രോ എക്കണോമിക് ഇമ്പാക്റ്റ് നമ്മൾ ഒരിക്കലും കാണാതെ പോവരുത്. ഇനി നമ്മുടെ അവസാനത്തെ സെക്ഷനിലേക്ക് വരാം. ഈ ബഹളങ്ങൾക്കിടയിൽ നിന്ന് എങ്ങനെ ഒരു സ്വതന്ത്ര വിശകലനം നടത്താമെന്ന് നോക്കാം. ഇതിന്റെ ഒരു പ്രധാന സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ, ഒരൽപ്പം പിന്നിലേക്ക് മാറി നിൽക്കുക എന്നതാണ്. ചെറിയ ടൈം ഫ്രെയിമുകളായ ഡെയിലി, അവർലി ചാർട്ടുകൾ വല്ലാതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വലിയ ടൈം ഫ്രെയിമിലേക്ക്, അതായത് മന്ത്ലി ചാർട്ടിലേക്ക് നോക്കുക. അവിടെ നിങ്ങൾക്ക് കൃത്യമായ ഉത്തരം ലഭിക്കും. അങ്ങനെ നമ്മൾ വിശാലമായ മന്ത്ലി ഇൻഡെക്സ് ചാർട്ടിലേക്ക് സൂം ഔട്ട് ചെയ്തു നോക്കുമ്പോൾ
സപ്പോർട്ട് ലെവലിൽ കൃത്യമായിരിക്കുന്ന വലിയൊരു ബുള്ളിഷ് ഹറാമി പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും. വലിയൊരു ചുവന്ന കാൻഡലിന് ശേഷം വരുന്ന ഉയർന്ന വോള്യൂമുള്ള ചെറിയ പച്ച കാൻഡിലാണല്ലോ ബുള്ളിഷ് ഹറാമി. ഇതൊരു ദീർഘകാല റിവേഴ്സലിന്റെ ശക്തമായ സൂചന തന്നെയാണ്. ചെറിയ ടൈം ഫ്രെയിമിലെ വൈരുദ്ധ്യങ്ങൾ മനസ്സിലാക്കുക, മന്ത്ലി ടൈം ഫ്രെയിമിലേക്ക് സൂം ഔട്ട് ചെയ്യുക, ബുള്ളിഷ് ഹറാമി പോലെയുള്ള പാറ്റേണുകൾ കണ്ടെത്തുക, കൺഫർമേഷനായി കാത്തിരിക്കുക. ഈ പടികൾ പാലിക്കുന്നതിലൂടെ ഒരു സാധാരണ ട്രേഡറിൽ നിന്ന് നിങ്ങൾക്കൊരു സ്വതന്ത്ര അനലിസ്റ്റായി മാറാൻ സാധിക്കും. ചെറിയ ടൈം ഫ്രെയിമിലെ വീഴ്ചകൾ വലിയ ടൈം ഫ്രെയിമിലെ ഒരു ബുള്ളിഷ് ഘടനയുടെ ഭാഗമായുള്ള വെറും ചെറിയ ബഹളങ്ങൾ മാത്രമാണെന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. എന്നിരുന്നാലും തന്റെ വിശകലനം എവിടെയാണ് തെറ്റാൻ സാധ്യതയുള്ളതെന്നും ഒരു സ്വതന്ത്ര അനലിസ്റ്റിന് കൃത്യമായി അറിയാം. ഈ ബുള്ളിഷ് ഹറാമി പാറ്റേൺ പൂർണ്ണമായും കൺഫേം ആവണമെങ്കിൽ മാർക്കറ്റ് 24,600 എന്ന ഈ നമ്പറിന് മുകളിൽ ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് 24,600 മുകളിൽ വ്യക്തമായ ഒരു മന്ത്ലി ക്ലോസിംഗ് കിട്ടുന്നതുവരെ നമ്മൾ ഒരു ബാലൻസ്ഡായ നിലപാട് സ്വീകരിക്കണം. വലിയ രീതിയിൽ ഷോർട്ട് സെല്ല് ചെയ്യുന്നതിൽ സംശയം വേണം. അതേസമയം അമിതമായി വലിയ ലോങ് പൊസിഷനുകൾ എടുക്കാൻ നിൽക്കുകയും ചെയ്യരുത്. അപ്പോൾ അവസാനമായി ഈ ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. നാളെ മാർക്കറ്റിലൊരു ഗ്യാപ് ഡൗൺ റിക്കവറി ഉണ്ടാകുമോ? അതോ ഇതുവരെ മാർക്കറ്റ് കാര്യമാക്കിയിട്ടില്ലാത്ത പശ്ചിമ ബംഗാൾ ഇലക്ഷൻ വാർത്തകൾ മാർക്കറ്റിനെ പിടിച്ചുകുലുക്കുമോ? നാളത്തെ ആ മാറ്റത്തെ സ്വതന്ത്രമായി വിശകലനം ചെയ്യാൻ നിങ്ങളിപ്പോൾ തയ്യാറല്ലേ? കൂടുതൽ വിശകലനങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.